എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് സക്സസ്ഫുൾ ആയ ഒരു ലൈഫ് ഉണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ 3 സൂപ്പർ പവറുകളെ കുറിച്ചാണ്. അതിലൊന്നാമത്തേതാണ് സ്റ്റാർട്ട് ലേണിംഗ് ഫ്രം പീപ്പിൾ എഹെഡ് ഓഫ് യു. വിജയിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വിഷമിക്കുന്നതിനും അവരോട് അസൂയപ്പെടുന്നതിനും ഒക്കെ പകരമായിട്ട് അവരെങ്ങനെയാണ് വിജയിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്താ എനിക്ക് മാത്രം ഒന്നും കിട്ടാത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. വൈ ആർ ദേ ഡൂയിങ് ബെറ്റർ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഹൗ ദേ ആർ ഡൂയിങ് ബെറ്റർ എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്താ അവർക്ക് മാത്രം എപ്പോഴും നല്ല കാര്യങ്ങൾ നടക്കുന്നത്, എന്താണ് അവർക്ക് മാത്രം എപ്പോഴും വിജയം ഉണ്ടാകുന്നത് എന്നൊക്കെ ചിന്തിച്ച് അസൂയപ്പെടുന്നതിനും കമ്പയർ ചെയ്യുന്നതിനും ഒക്കെ പകരമായിട്ട് എങ്ങനെയാണ് അവർക്ക് മാത്രം എപ്പോഴും വിജയം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അവർ മാത്രം നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സക്സസ്ഫുള്ളായ ആളുകളിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമ്മളെക്കാൾ സക്സസ്ഫുള്ളായ ആളുകളുമായിട്ട് നമ്മളെക്കാൾ ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവരുടെ ശീലങ്ങളൊക്കെ നമ്മളെയും സ്വാധീനിക്കും. രണ്ടാമത്തെ സൂപ്പർ പവറാണ് ദ എബിലിറ്റി ടു റിക്കവർ ഫാസ്റ്റ്. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരുപാട് തടസ്സങ്ങൾ വരും, വിശ്വസിച്ച ആളുകൾ വഞ്ചിക്കും, വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ സംഭവിക്കും, നമുക്ക് ഒരുപാട് ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ലൈഫിൽ. നമ്മളെ വളരെയധികം പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും, ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ആവരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും എത്ര പെട്ടെന്ന് നിങ്ങൾ റിക്കവർ ആവുന്നുണ്ട്, എത്ര പെട്ടെന്ന് ആ വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ട്, അതിലാണ് കാര്യം. മൂവ് ഓൺ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. ഇങ്ങനെ സംഭവിച്ചു, നൗ വാട്ട് നെക്സ്റ്റ് എന്നായിരിക്കണം നിങ്ങളുടെ ചിന്ത എപ്പോഴും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇനി ഇതിന് നമ്മൾ എന്താണ്, ഇപ്പോൾ ഉണ്ടായ ഡാമേജ് തീർക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഉണ്ടായ വിഷമത്തിൽ നിന്ന് എളുപ്പത്തിൽ കരകയറാനായിട്ട് പറ്റും. എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് സമയം കളയുന്നതിന് പകരം ഇനി അടുത്തത് എന്ത് ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ സക്സസ് ആശ്രയിച്ചിരിക്കുന്നത് ഹൗ ഫാസ്റ്റ് യു ക്യാൻ റിക്കവർ ഫ്രം സെറ്റ് ബാക്സ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതിൽ നിന്നാണ്. ഓരോ സെറ്റ് ബാക്ക് വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ എങ്ങനെ നിങ്ങൾ അതിജീവിക്കുന്നു, എത്ര ഫാസ്റ്റായിട്ട് എത്ര സ്പീഡിൽ നിങ്ങളതിനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഡോണ്ട് ടേക്ക് തിങ്സ് പേഴ്സണലി. എല്ലാത്തിനെയും ഇങ്ങനെ വ്യക്തിപരമായി എടുത്ത് വിഷമിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോയി നിങ്ങളുടെ ബോസ് ചീത്ത പറഞ്ഞു, പിന്നെ അതിനെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സമയം പഴക്കണം. അന്നത്തെ ദിവസമേ നിങ്ങളുടെ മോശമായി. ആരെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത കാര്യം അത് ശരിയായില്ല എന്ന് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് ആളുകൾ പറഞ്ഞു, പിന്നെ അയ്യോ അവരെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ആലോചിച്ച് വിഷമിച്ച് നിങ്ങൾ 1-2 ദിവസം അങ്ങനെ പോയി. നിങ്ങളുടെ ആ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ആ മോട്ടിവേഷനെ നിങ്ങൾക്ക് പോയി. ആളുകൾ അധികവും നമ്മളെ ഹെർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മളെ വളരെയധികം മോശമായിട്ട് പെരുമാറുന്നതൊക്കെ അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷനും ഇൻസെക്യൂരിറ്റിയും ഒക്കെ കൊണ്ടാണ്. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അവർക്ക് തോന്നും മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുമ്പോൾ താൻ വിജയിച്ചതായിട്ടുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും തൻ്റെയാണ് എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളായിരിക്കും അത് അവരുടെ കാര്യമാണ്. അത് നമ്മളെ ബാധിക്കാതെ നോക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വിമർശിക്കുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക. എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ ശ്രദ്ധ കൊടുക്കുകയും എല്ലാത്തിനും മറുപടി കൊടുക്കുകയും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രോത്തിന് അതൊരിക്കലും സഹായകരമായിരിക്കില്ല. അപ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിന് കാര്യമായിട്ട് എടുക്കുക. നമ്മൾ ചെയ്ത വഴിയിലൂടെ, നമ്മൾ പോകുന്ന വഴിയിലൂടെ മുമ്പ് സഞ്ചരിച്ച ആളുകളാണ് നമ്മളെ ഉപദേശിക്കുന്നതെങ്കിൽ അവരുടെ ഉപദേശത്തിന്, അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ മാനിക്കുക. അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറയുകയാണെങ്കിൽ അതിനെയൊക്കെ തള്ളിക്കളയുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ 3 സൂപ്പർ പവറാണ് നമുക്ക് സക്സസ്ഫുള്ളായ ഒരു ലൈഫിന് വേണ്ടി ഉണ്ടാവേണ്ടത്. നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മളെക്കാൾ സക്സസ്ഫുള്ളായ ആളുകളിൽ നിന്ന് എന്തു പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു, എത്ര പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നു ഓരോ സെറ്റ് ബാക്സിൽ നിന്നും, എങ്ങനെ കാര്യങ്ങളെ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആവാൻ വളരെ ഈസിയാണ്.